പരിശോധിച്ചതിനകത്ത് ഈ KSRTCയുടെ പ്രശ്നങ്ങളെല്ലാം ഒരു മാസം കൊണ്ട് പരിഹരിക്കാം. പക്ഷേ വെള്ളം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മുനിസിപ്പാലിറ്റി പറയണം. മുനിസിപ്പാലിറ്റിയുമായി ഒരു യോഗം വയ്ക്കുന്നുണ്ട്. ആ യോഗത്തിൽ അവർ സഹകരിച്ചില്ലെങ്കിൽ ബസ് സ്റ്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം ആലോചിക്കും. ഈ മൊത്തം അത് മാത്രമല്ല, ആ മുറികളിനകത്ത് മുഴുവൻ അഴുക്ക് വെള്ളമാണ്. ആ മതിൽ പൊളിഞ്ഞാണ് കയറാണ്. ഇപ്പോൾ ഇതൊക്കെ പൊളിച്ച് പണിയാൻ 2 മാസം കൊണ്ട് ഞങ്ങൾ പൊളിച്ച് പണിഞ്ഞ് കാണിച്ചു തരാം. അതൊന്നും KSRTC പ്രശ്നമല്ല. പക്ഷേ ഈ വെള്ളം ഇവിടെ വന്നാൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നിറങ്ങുന്ന വെള്ളം അടുത്ത പുരയുടെ എല്ലാം മണ്ണിട്ട് നിർത്തി അവരെ കൂട്ടുനിന്ന ആളുകൾ കൂടെ നിന്നിട്ട് അതെല്ലാം മണ്ണിട്ട് നിർത്തി അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇവിടുന്ന് ഞാൻ അവസാനം പറഞ്ഞു ഇതെല്ലാം കൂടി ഒരു സമ്പിൽ കൊണ്ടുവന്നിട്ട് സോളാർ പമ്പ് വെച്ച് അടിച്ച് വെളിയിൽ കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ് കുറവുണ്ട് നമുക്ക് പക്ഷേ അടിച്ച് വെളിയിൽ കളയാമെന്ന് വിചാരിച്ചാൽ എങ്ങോട്ട് കളയും എന്നുള്ള ചോദ്യമാണ്. അത് മുനിസിപ്പാലിറ്റിയാണ് ഉത്തരം പറയേണ്ടത്. ഒരു പ്ലാനിങ്ങും ഇല്ലല്ലോ. ഇത് ഈ റോഡിങ്ങനെ കറങ്ങി വരാമെന്നുള്ളതല്ലാതെ നാട്ടുകാർ മൊത്തം മണ്ണിട്ട് നിർത്തുക, ആളുകൾ അതിന് കൂട്ടു നിൽക്കുക, അതൊന്നും മര്യാദയുള്ള കാര്യങ്ങളാണ്. വെള്ളം പോകാനുള്ള ഓടകളും പുഴകളും തോടുകളും നശിപ്പിച്ചതാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാരണം. പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും വലിയ വെള്ളപ്പൊക്കം വന്ന് ടൗണിൽ വരെ വെള്ളം കയറി. എന്താ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്താ കാര്യമെന്ന്. അങ്ങനെ എല്ലാ ഓടയും അടച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ ഞാൻ പത്തനാപുരത്തിന് MLA ആണ്. എൻ്റെ പ്രദേശത്ത് ഒരു ഒറ്റ കലങ്ങടച്ചു വയ്ക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഓട്ടൊന്നും കുറയുന്നില്ലല്ലോ. എല്ലാം വെള്ളം ഇതിനകത്ത് വരുന്നത്. കാരണം മുകളിലത്തെ അവിടുന്ന് വരുന്ന വെള്ളം ഇവിടെ കൂടെ മുനിസിപ്പാലിറ്റിയുടെ ഓടയൊക്കെ ഇപ്പോൾ അടയ്ക്കും. ഇതിനകത്ത് ഓടയൊന്നും ഒഴുകാനൊക്കത്തില്ല. ഇത് കിടക്കുന്ന വെള്ളം എങ്ങനെ പുറത്ത് കൊണ്ടുവന്ന് അവരാണ് കാണിച്ചു തരേണ്ടത്. ഞാൻ ഈ താഴ്ന്ന സ്ഥലമായതുകൊണ്ട് പമ്പ് ഇത് മുഴുവൻ മണ്ണിട്ട് പോക്കി കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ദ്രോഹമാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല, അത് നടക്കത്തില്ല. ഈ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഈ STPയുടെ കാര്യത്തിൽ ഉടൻ തീരുമാനം ഉണ്ടാക്കും. നാളെ അവരെ അടുത്ത് ഒഴിവാക്കി തരാൻ പറയുക. പതിയെ പഴയ കോൺട്രാക്ടറെ സെറ്റിൽ ചെയ്ത് ഒഴിവാക്കാൻ പറയുക. എന്നിട്ട് നമ്മൾ ആളെ നിർത്തി ഇപ്പോൾ ശബരിമലയിലും നിലയ്ക്കലൊക്കെ ചെയ്ത് കണക്ക് നിമിഷ നേരം കൊണ്ട് KSRTC ജീവനക്കാർ ആളെ നിർത്തി പണിയിച്ചോളും. അതൊന്നും ഒരു പ്രശ്നമല്ല. ഇത് എന്ത് പണി വേണം. ഇപ്പോൾ ഇത് നികത്തി പൊക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ KSRTC ഉദ്യോഗസ്ഥർ അവർ ചെയ്യും. അവർ ഒരു മാസം കൊണ്ട് ചെയ്യും. പക്ഷേ വെള്ളം എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മുനിസിപ്പാലിറ്റി ഉത്തരം പറയണം. മുനിസിപ്പാലിറ്റിയായിട്ടൊരു ചർച്ച വയ്ക്കുന്നുണ്ട്. ആ ചർച്ച വിജയിക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഏതായാലും ഈ ജീവനക്കാരെയും വണ്ടികളും കൂടി ഇങ്ങനെ ഈ ചെളിക്കകത്ത് മണ്ണിനകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, സഹകരിക്കേണ്ട അവരുടെ ആവശ്യമില്ല, എൻ്റെ ആവശ്യമാണോ? MLA മന്ത്രി വീണ ജോർജ് ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതെല്ലാം STP എല്ലാം അവർ തരാവുന്ന ഫണ്ടൊക്കെ തന്നു. അവരെ കുഴപ്പമല്ലല്ലോ, അവരിതെല്ലാം തന്നു. പക്ഷേ മുനിസിപ്പാലിറ്റി ഇക്കാര്യത്തിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിൽ MLAക്ക് എന്ത് കാര്യം? മുനിസിപ്പാലിറ്റിയാണ് ചുമതല. ഞങ്ങളവിടെയൊക്കെ പഞ്ചായത്തും MLAയും കൂടെ ചേർന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ട്. ഞങ്ങളുടെ അവിടെ പത്തനാപുരം ടൗണിൽ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ? പത്തനാപുരത്ത് ഏതെങ്കിലും ഒരു റോഡിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടോ? നമ്മൾ റോഡ് പണിയുമ്പോൾ തന്നെ അത് നോക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റോഡുകൾ നിലനിൽക്കും. അല്ലാതെ പണിയുന്ന റോഡുകൾ പൊളിഞ്ഞു പോകും. വെള്ളക്കെട്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇത്രയും വലിയ ബസ് സ്റ്റേഷൻ, ഈ ബസ് സ്റ്റേഷൻ ഇത്രയും കടകളുണ്ട്. ഇത് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു STP പ്ലാന്റ് ശരിയായില്ല എന്ന പേരിൽ മുനിസിപ്പാലിറ്റി അനുവാദം കൊടുക്കായിട്ടിരിക്കുകയാണ്. ഈ വെള്ളം കളയാനുള്ള സംവിധാനം തരേണ്ട നമ്മളല്ല, അവരല്ലേ. ഈ STP പ്ലാന്റിൻ്റെ പേരിൽ ഇതിൻ്റെ നമ്പർ ഇടാതെ വെയിറ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ ഈ KSRTC മാനേജ്മെൻറ്റ് നേരത്തെ ഇവിടെ പാവപ്പെട്ട കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ ക്യാൻസർ രോഗികളായ സ്ത്രീകളുവരുണ്ട്. എന്നെ കാണാൻ അവരൊന്ന് കരഞ്ഞിട്ടാണ് പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിൽ വെച്ച് ആദ്യം ഞാനിവിടെ വരുമ്പോൾ പറയുന്നത്. അവരെ പൈസ തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡെപ്പോസിറ്റ് തന്ന ലക്ഷക്കണക്കിന് രൂപയുണ്ട്. ആ ലക്ഷക്കണക്കിന് രൂപ ഡെപ്പോസിറ്റ് തന്ന് തിരിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. NOC കിട്ടാത്തതുകൊണ്ട് ഈ NOC മുനിസിപ്പാലിറ്റി തരുന്നില്ല. ആ പറയുന്ന മുനിസിപ്പാലിറ്റി ഈ വെള്ളം അടിച്ച് പുറത്ത് കാണാൻ വഴിയൊന്ന് കാണിച്ചതാ. നമുക്കൊരു പരാതിയില്ല, ആരെയും വിമർശിക്കുകയല്ല. ഈ വെള്ളം ഇതിനകത്ത് വന്ന് ജീവനക്കാർക്ക് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരെ അറിയിച്ചിട്ടാണ് ഞാനിപ്പോൾ വഴിയാത്രക്കിടയിൽ അടിയന്തരമായിട്ട് ഇവിടെ ഇറങ്ങിയതാണ്. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നല്ല. ഞാൻ പാലാ വരെ പോയിട്ട് വരുന്ന വഴിക്ക് എന്നാൽ ഇപ്പം തന്നെ നോക്കാം. കുറേ ദിവസമായി KSRTCയുടെ CMDയും ജീവനക്കാരുടെ സംഘടനകളും ഒക്കെ ഇങ്ങനെ പരാതി പറയാം. ഞാനിവിടെ CATUവിൻ്റെ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അവരും ദുർഗന്ധമാണ് അവിടെ. അത് നമ്മൾ കണ്ടതാണല്ലോ, ദുർഗന്ധമാണ് വരുന്നത്. അപ്പോൾ അതിന് പരിഹാരം കണ്ടേ പറ്റുള്ളൂ. അതങ്ങനെ ദുർഗന്ധമായിട്ട് വിടാൻ ഉദ്ദേശിക്കുന്നില്ല.